ഹലോ, തട്ടുകടയിലൊക്കെ കിട്ടുന്ന ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തു, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചു. ഏകദേശം ഒരു 5-6 മണിക്കൂർ കുതിരാൻ വെക്കണം. കുതിർത്തതിന് ശേഷം നമ്മൾ അതിനെ എടുത്ത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം അതിനകത്തോട്ട് ഒരു സ്പൂൺ അരിപ്പൊടി, നമ്മുടെ പച്ചരിപ്പൊടി ഉണ്ടല്ലോ, പച്ചരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി അതിനെ പുളിപ്പിക്കാൻ വെക്കണം. ഏകദേശം 2-3 മണിക്കൂർ നമ്മൾ അതിനെ പുളിപ്പിക്കാൻ വെക്കണം കേട്ടോ. പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനെ എടുത്ത് അതിനകത്തോട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, കുരുമുളക് ചതച്ചത്, ഇത്രയും നമ്മൾ ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പുപൊടി, അതുപോലെ തന്നെ ഒരു സ്പൂൺ കായപ്പൊടി, ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ കൈ പച്ചവെള്ളത്തിൽ മുക്കിയിട്ടെടുത്താൽ മതി. അപ്പം നമ്മുടെ കൈ ഒട്ടിപ്പിടിക്കില്ല. അപ്പം നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ്, പുറത്ത് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, ഭയങ്കര പാടും കാര്യങ്ങളൊന്നുമില്ല. ഈ ഉഴുന്ന് അരച്ചെടുക്കാൻ ഉണ്ടാകുന്ന ഒരു ചെറിയ താമസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. അങ്ങനെ നന്നായിട്ട് ഞാനിവിടെ നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കരിഞ്ഞു പോകും. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കയ്യിൽ കുറച്ച് പച്ചവെള്ളം തടവിയിട്ട് കയ്യിൽ നന്നായിട്ട് മാവ് വെച്ച് ചെറിയൊരു ഓട്ടയൊക്കെ ഇട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിൽ വെള്ളം തടവിയില്ല എന്നുണ്ടെങ്കിൽ ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് കയ്യിൽ വെള്ളം തടവിയിട്ട് ഇത് മാവ് വെച്ച് അതിനകത്ത് ചെറിയ ഓട്ടയൊക്കെ ഇട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് ഉരുണ്ടുന്നത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ 3 ഇടുന്നത്. ചെറിയ പാത്രം ആയതുകൊണ്ട് എനിക്ക് 3 ഇതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 3 ഇട്ടു. അതിനെ നന്നായിട്ട് നമ്മൾ ഒന്നാകുന്ന സമയത്ത് നമ്മളതിനെ തിരിച്ചിടണം. ആദ്യമേ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് ചൂടായി വരുമ്പോൾ അത് തന്നെ അത് ഇളവി വരും കേട്ടോ. ഞാൻ വെപ്രാളം പിടിച്ച് തിരിച്ചിടാൻ നോക്കിയതാണ് കേട്ടോ ആദ്യമേ ഇളവാതിരുന്നത്. ഇപ്പോൾ ദാണ്ട് എല്ലാം തിരിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതിനെ വേവിക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഉഴുന്നുവട നമ്മുടെ ഇവിടെ ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ടേ. അപ്പം നല്ല സൂപ്പർ സോഫ്റ്റ് ഉഴുന്നുവടയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അതിന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് എടുത്തു. ഇനി സെക്കൻഡ് ബാച്ച് വീണ്ടും ഞാൻ ഇടാമെന്ന് കരുതി. അങ്ങനെ അതും 3 വീതമാണ് കേട്ടോ ഇടുന്നത്. അപ്പം ഒരു ഗ്ലാസ് ഉഴുന്നായതുകൊണ്ട് കുറച്ച് ഉഴുന്നുവടയ്ക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെള്ളച്ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് സൂപ്പർ ടേസ്റ്റാണ്. വെള്ളച്ചമ്മന്തി ഉഴുന്നുവടയും കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് വൈകുന്നേരം ചായക്കടിയായിട്ട് രാവിലെ ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം ഉഴുന്നരച്ച് വെച്ച് കുറച്ച് സമയം എടുത്ത് പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബായ്. സൂപ്പർ ഉഴുന്നവരെയാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണേ.